അപ്പം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ വേണമെന്ന് നമുക്ക് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെ ആചരിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. എങ്ങനെ പ്രവർത്തന മണ്ഡലത്തിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കുന്തി സ്തുതി മുതൽ ഭീഷ്മരുടെയും ജീവിതമെല്ലാം നമുക്ക് എടുക്കുന്ന സമയത്ത് ഓരോ വ്യക്തികളെയും മുൻനിർത്തി ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. അതിൽ ശ്രീരാമചന്ദ്രനെയും ശ്രീകൃഷ്ണനെയും നമുക്ക് പ്രധാനമായി അവതാര പുരുഷനായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളിലായിട്ട് സന്ദർശിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഭാഗത്താണ് നമുക്ക് ഭഗവാന്റെ ഏറ്റവും പ്രിയങ്കരനായ ഉദ്ധവനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ സാധിക്കും? നമ്മളെപ്പോഴും കമ്പാരിസൺ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? എങ്ങനെ അതുമായിട്ട് ലയിച്ചു പോകാൻ സാധിക്കും? എങ്ങനെ അതിലേക്ക് ലയിക്കാൻ സാധിക്കും? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ ഇന്ന് എടുക്കണം. പ്രത്യേകിച്ച് നാളെ വൈകുന്നേരത്തോടുകൂടി ഈ സത്രം പൂർത്തീകരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്രത്തിൽ വന്ന ഓരോ വ്യക്തികളും, ഈ സത്ര ഭാഷണം കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതം ഈശ്വരനുമായിട്ട് എങ്ങനെ താരതമ്യമല്ല, അതിൽ താതാത്മ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കണം. താരതമ്യ പഠനമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. താതാത്മ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവത്ഗീത നമുക്ക് എല്ലാവർക്കും ശ്രേഷ്ഠമായിട്ടറിയാം. കാരണം ഭഗവത്ഗീത ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത് ഏത് സമയത്താണ് എന്ന് നമുക്കറിയാം. 2 സൈനികരും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. അവിടെയും നമ്മൾ ഒരു ജീവിത നൗകയിൽ ചെന്ന് കയറുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ഈ തോണി തുഴയേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് കടലലകൾ നമ്മളെ എത്രത്തോളം പ്രതിസന്ധിയിൽ ഏർപ്പെടുത്തുമെന്ന് ആ തോണിയിൽ സഞ്ചരിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ ആ അർജുനൻ ഈ യുദ്ധത്തിൽ വിജയിക്കേണ്ട കർത്തവ്യമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ വിജയത്തിൽ ആരെയാണ് തോൽപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ സമയത്താണ് ഓരോരുത്തരുടെയും വ്യക്തികളെ ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കുന്നു നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ. അവിടെ ഭീഷ്മരെ കാണിച്ചു കൊടുക്കുന്നു, ദുര്യോധനെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ പറയുന്നു, ഇവരെല്ലാം നിന്റെ ബന്ധുക്കളാണ് എന്നുകൂടി പറഞ്ഞു കൊടുക്കുന്നു. ആ ബന്ധുക്കളെ വധിച്ചാൽ മാത്രമേ ഈ രാജ്യം നിനക്ക് സുനിശ്ചിതമാവുകയുള്ളൂ. നീ ചെയ്ത പ്രവർത്തനങ്ങൾക്കും പ്രതിജ്ഞകൾക്കും ഫലം ഉണ്ടാവുകയുള്ളൂ എന്നെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്താണ് അവിടെ ഭഗവത്ഗീത 1-ാം അധ്യായം വേപതുശ്ച ശരീരമേ രോമഹർഷസ്യ ജായതേ ഗാണ്ഡീവം സംസദേ ഹസ്താദ്. കയ്യിൽ നിന്നും അർജുനന്റെ ഗാണ്ഡീവം പോലും നിലത്ത് വീഴുന്ന അവസ്ഥയിലേക്ക് മനസ്സ് വിഷമിച്ച്, മനസ്സ് വെപ്രാളമുണ്ടായി, അല്ലെങ്കിൽ ചലനമുണ്ടായി. അചഞ്ചലമായ ഭക്തിയെല്ലാം, സൗഹൃദ ബന്ധമെല്ലാം മാറ്റിപ്പോയി. എല്ലാം കൈവിട്ട് താൻ ആയുധം താഴെ വെച്ച് കീഴടങ്ങുന്ന രീതിയിലേക്ക് അർജുനൻ നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ കർമ്മം ചെയ്യണം. ഏത് രീതിയിലുള്ള കർമ്മം ചെയ്യണം? ഈ യുദ്ധത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ധർമ്മങ്ങളെയും പരിപാലിച്ച് ആ യുദ്ധവിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് നീ മുന്നേറണം എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? രാവിലെ എണീറ്റാൽ കൈ നോക്കി എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ട്. ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആരും സ്ഥിരീകരിക്കാറില്ല. കൈ നോക്കി എഴുന്നേൽക്കണം, ഭൂമി തൊട്ട് നമസ്കരിക്കണം, ദിവസേന അച്ഛനമ്മമാരെ കാല് തൊട്ട് നമസ്കരിക്കുന്ന ശീലം നമ്മുടെ വരുന്ന കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നില്ല. അഥവാ നമ്മുടെ അച്ഛനമ്മമാരുടെ കാലിൽ വന്ന് നമസ്കരിക്കാൻ കുട്ടികൾ തയ്യാറായാൽ, പ്രത്യേകിച്ച് പേരക്കുട്ടികളൊക്കെ തയ്യാറായാൽ നമ്മൾ എന്താ പറയാന്നറിയോ? നീ എന്നെ നമസ്കരിക്കൊന്നും വേണ്ട, എൻ്റെ അനുഗ്രഹം നിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട് എന്നാ പറയാറില്ലേ? അല്ലേ? അതുകൊണ്ട് ആ ജീവിതത്തിൽ അവരുടെ കാര്യം എന്ന് മാറ്റി ഒരാളുടെ മുന്നിലും നമസ്കരിക്കാൻ അവർ പോവാറില്ല, അല്ലേ? നമ്മുടെ പേരക്കുട്ടികളൊക്കെ
നാളെ വൈകുന്നേരത്ത് കൊണ്ടുവന്ന് ഇവിടെ ഈ യജ്ഞപ്രസാദം മേടിക്കുന്ന സമയത്ത് അവരെ നമസ്കരിക്കാൻ ഒന്ന് ശീലിപ്പിക്കണം. അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം നമ്മൾ നമസ്കരിക്കുന്നത്. അങ്ങനെ നമസ്കരിക്കുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിൽ ആ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിരിക്കാൻ സാധിക്കുക. അല്ലെ? നിങ്ങളൊക്കെ നോട്ടീസ് വായിച്ചിട്ടുണ്ടാവും. അനുഗ്രഹത്തിന് പാത്രീഭൂതരായിരിക്കാൻ നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും ഗാണ്ഡീവം ഏത് കർമ്മപന്താവിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ കൈവിട്ടു പോകാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തിന് നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യേന നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു കർമ്മമാണ് നിത്യേന നമ്മുടെ കൈകൾ നോക്കി നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുക. കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് നമ്മൾ ചൊല്ലാൻ സാധിക്കുക. കരമധ്യേ സരസ്വതി എന്നും കരമൂലേ സ്ഥിതാ ഗൗരി എന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അപ്പൊ 3 ദേവിമാർ നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ കർമ്മം കൈകൊണ്ട് തെറ്റായ കർമ്മങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ തയ്യാറാവില്ല. വേണ്ടേ? അതേപോലെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. കാരണം അവർ ജീവിതത്തിൽ ഉയർന്ന് ചിന്തിക്കുവാനും ഉയർന്ന് പഠിക്കുവാനും ഉയർന്ന കാര്യങ്ങൾ അവർ നേടിയെടുക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും അനുഗ്രഹം ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാ ഉള്ള അർജുനന്റെ മുന്നിലാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ ശ്രേഷ്ഠമായ കർമ്മമാണ് ചെയ്യുന്നത്. ഇതിൽ നിനക്ക് വീരസ്വർഗം, ഇവിടെ മരിക്കുകയാണെങ്കിൽ നിനക്ക് വീരസ്വർഗം ലഭിക്കും അല്ലേ? അല്ലെങ്കിലോ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ നിനക്ക് രാജ്യം കിട്ടും. ഇത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അർജുനനെ മോട്ടിവേഷൻ ചെയ്യുക. ഇന്നത്തെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ നടക്കുന്ന മോട്ടിവേഷൻ സ്പീച്ചാണ്. കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്ക് വരെ മോട്ടിവേഷൻ സ്പീച്ചിലേക്കാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് ആദ്യത്തെ മോട്ടിവേഷൻ നമ്മുടെ മുത്തശ്ശിയിൽ നിന്നോ നമ്മുടെ അമ്മയിൽ നിന്നോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? കാരണം എന്താ വെച്ചാൽ രാവിലെ 5:30 എഴുന്നേൽപ്പിച്ച് നമ്മളെ കുളിപ്പിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ആര് കൊണ്ടുപോയി? അമ്മ കൊണ്ടുപോയി, അല്ലെങ്കിൽ മുത്തശ്ശി കൊണ്ടുപോയി അല്ലേ? കൊണ്ടുപോയപ്പോ നമ്മളും കൂടെ പോയി. അവിടെ നിന്ന് മുത്തശ്ശി കാണിച്ചു, കൈ നോക്കി ആ വിഗ്രഹത്തിലേക്ക് ഒന്ന് തൊഴുകാൻ വേണ്ടി പറഞ്ഞു. ആ വിഗ്രഹത്തെ ഒന്ന് തൊഴുതു. ആ സമയത്താണ് 4 വരി മന്ത്രങ്ങൾ അവിടെ പകർന്നു കൊടുത്തത് അല്ലേ? എന്താ പറഞ്ഞു കൊടുത്തത്? സർവമംഗള മംഗല്യം എന്ന് പറയും, ചിലപ്പോൾ ശാന്താകാരം ഭുജഗശയനം എന്ന് പറഞ്ഞു കൊടുക്കും. അത് കേട്ടു പഠിക്കുന്ന കുട്ടി അതിന്റെ അർത്ഥത്തെ അന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിലുള്ള ചൈതന്യം എന്നൊന്നും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവില്ല. അവിടെ നിന്ന് നമ്മൾ തൊഴുകുന്ന പോലെ അവരും തൊഴുകും, നമ്മൾ നമസ്കരിക്കുന്ന പോലെ അവരും നമസ്കരിക്കും അല്ലേ? ഇത് ചെയ്ത് പ്രദക്ഷിണം ചെയ്ത് തിരിച്ച് നമ്മൾ ആ കുട്ടിയെ വീട്ടിലെത്തുന്നവരെ നമ്മുടെ കൈത്തണ്ടിൽ അവരുടെ കൈത്തണ്ട് വെച്ച് പോയിരുന്നു. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ പറയാറുണ്ട്, പഠിക്കാനുള്ളത് കൊണ്ട് ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് ഇന്ന് ആൾക്കാർ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ കുറഞ്ഞു വരുന്നു. ആ കുറഞ്ഞു വരാനുള്ള കാരണം അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. ഇതിലൊന്നും പഠിച്ചിട്ട് റാങ്ക് നേടാനോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും PhD നേടാനോ നമുക്ക് സാധിക്കുന്നില്ല അല്ലേ? അങ്ങനെയുള്ള സമയത്താണ് പരിചയപ്പെടുത്തിയ സമയത്ത് പാലക്കാടിന്റെ ചരിത്രരേഖ തയ്യാറാക്കി നീതി ആയോഗിന്റെ കീഴിൽ ഡോക്ടറേറ്റ് നേടിയ വ്യക്തിയാണ്. അപ്പൊ ഇതിൽ നേടാൻ സാധിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ മികവിനെ പറയല്ല, നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഓരോ കാര്യങ്ങൾ. പാലക്കാടിന്റെ ഒരു ചരിത്രരേഖ കേന്ദ്ര സർക്കാരിന് നീതി ആയോഗിന്റെ കീഴിൽ ഫയൽ ചെയ്തപ്പോൾ അവിടെ ഹോണററി ഡോക്ടറേറ്റ് കിട്ടാൻ ഒരു ശാന്തിക്കാരനായ എനിക്ക് സാധിച്ചുവെങ്കിൽ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗ്രന്ഥങ്ങൾ എടുത്ത്, പ്രത്യേകിച്ച് ഉദ്ധമനെയൊക്കെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഉദ്ധമഗീതയൊക്കെ എടുത്ത് പഠിക്കുന്ന സമയത്ത് അതിൽ PhD നേടാൻ സാധിക്കും അല്ലേ? ഇവിടെ നേരത്തെ നാരായണീയം വായിച്ചു അല്ലേ? നാരായണീയം നമ്മുടെ മക്കളോട് വായിക്കാൻ പറഞ്ഞാൽ വായിക്കുമോ? ഇല്ല. നേരെ മറിച്ച് അവരുടെ സ്കൂളുകളിൽ ഒരു ഗ്രന്ഥമാക്കി നമ്മൾ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ച് മാർക്ക് വാങ്ങിയേ മതിയാവും അല്ലേ? ഇന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമാണ് ഭഗവത്ഗീത ഒരു സിലബസ് ആയിട്ടിരിക്കുന്നത്. അതിലും കൂടി മാർക്ക് വാങ്ങിയാലേ ബാക്കി എല്ലാ സിലബസിലും പാസ് മാർക്ക് കിട്ടുള്ളൂ.
അങ്ങനെ ഒരു സിസ്റ്റം വെച്ചതുകൊണ്ട് ഭഗവത്ഗീത ചൊല്ലുന്ന കുട്ടികൾ നമ്മുടെ ചിന്മയ മിഷനിലും അതുപോലെ മാതാമൃതാനന്ദമയ മഠത്തിലും കാണാൻ സാധിക്കുന്നു അല്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇരുന്ന് ചൊല്ലുന്ന നാരായണീയം ചൊല്ലുന്ന അമ്മമാര് നിർദ്ദേശിക്കണം, അല്ലെങ്കിൽ ഒരു കയ്യൊപ്പ് വെച്ച് കേരള സർക്കാരിനേക്ക് കൊടുക്കണം. എന്തിന്? നാളെ നമ്മുടെ കുട്ടികൾ നാരായണീയ ഗ്രന്ഥത്തെ എടുത്ത് പഠിച്ച് അതിൽ PhD നേടണം, ഡോക്ടറേറ്റ് നേടാൻ സാധിക്കണം അല്ലേ? വിശ്വപീഡാപഹത്യൈ നമഃ അല്ലേ? ആ വിശ്വപീഡാപഹത്യൈ, വിശ്വത്തിന് മുഴുവൻ സമാധാനവും സന്തോഷവും ആരോഗ്യവും നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത് നാരായണീയത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള തയ്യാറെടുപ്പിലേക്ക് ഈ യജ്ഞവേദികൾ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ വരുന്ന തലമുറ ഇതൊന്നും മാറ്റിവെക്കാതെ ഇതും കൂടി പഠിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണെന്നറിയോ? പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് 9ാം ക്ലാസ്സിൽ കല്യാണ സൗഗന്ധികം എന്ന് പറയുന്ന ഹനുമാൻ വഴിമറച്ച് വാല് മറച്ച് കടക്കുന്ന സമയത്ത് ഭീമൻ കല്യാണ സൗഗന്ധികം വലിക്കാൻ പോയി അല്ലേ? ആ പദ്യം നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ടീച്ചർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത്, നിങ്ങളുടെ ഉള്ളിൽ എങ്ങാനും അഹങ്കാരം കയറി വന്നാൽ ആ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ഏതെങ്കിലും ഒരു തടസ്സം നമുക്കുണ്ടാവും. ആ തടസ്സത്തിലൂടെ ആ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അത് ഭഗവാൻ തന്നെയാണ്, ഹനുമാൻ സ്വാമി ഈശ്വരന്റെ അവതാരമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു അല്ലേ? അതേപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് സബ്ജക്റ്റുകൾ എടുക്കുന്ന സമയത്ത് അതിന്റെ സെക്കൻഡ് സബ്ജക്റ്റ് വരുന്നത് ഊർമിളയും അതുപോലെ സ്വാമി വിവേകാനന്ദനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? ഇന്ന് ആ സബ്ജക്റ്റുകൾ നമ്മുടെ സ്കൂൾ വിട്ട് പോയി കഴിഞ്ഞു, പഠിക്കപ്പുറത്താണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് തൻ്റെ മകനെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം രേഖപ്പെടുത്തി കൊടുക്കുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ നരേന്ദ്രനായിരിക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് ആ കുട്ടിയെ പ്രചോദനം ചെയ്തു കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെയാണ് നരേന്ദ്രൻ നമുക്ക് സ്വാമി വിവേകാനന്ദനായി വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പഠന ഗ്രന്ഥങ്ങൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരായി. ശരിയല്ലേ? നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, എന്നിട്ടോ നല്ല ജോലി തിരഞ്ഞെടുക്കണം, നല്ല ജോലിക്ക് പോകണം, എന്നിട്ടോ നല്ലവണ്ണം സമ്പാദിക്കണം. നമ്മുടെ അച്ഛനമ്മമാർ പറയുന്ന മക്കളോടുള്ള വാക്കുകൾ ഇതാണ്: നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, എന്നിട്ടോ നല്ലവണ്ണം സമ്പാദിക്കണം. സമ്പാദിച്ചാലോ പിന്നെന്താ? സ്വന്തം കാര്യം നോക്കി അവർ മുന്നോട്ട് പോകുന്നു അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ആ ഉദ്ധമഗീതയിൽ പറയുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയോളം ക്ഷമയുള്ള ഭൂമിയെ പ്രദാനം ചെയ്യുന്നുണ്ട്. അവിടെ ഉദ്ധമരോട് പറയാണ്, അല്ലയോ ഉദ്ധമ, നീ എവിടെ പോകണം? ഗോപികമാരെ കാണാൻ പോകണം എന്ന് പറയുന്നുണ്ട്, അച്ഛനമ്മമാരെ കാണാൻ പോകണം എന്ന് പറയുന്നുണ്ട്. ഉദ്ധമരാണച്ചാൽ ആ രീതിയിൽ വസ്ത്രാലങ്കാരങ്ങളും അതുപോലെ തന്നെ രാജചിഹ്നമുള്ള രഥമടക്കം കൊണ്ടുപോയിട്ടാണ് ആ വൃന്ദാവനത്തിലൊക്കെ പോകുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഉദ്ധമരെ നമുക്ക് എടുത്തു നോക്കുന്ന സമയത്ത് ഭഗവാനോളം തുല്യം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അവിടെ കാണുന്നു. അവിടെയാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത് കർമ്മം ചെയ്യാനാണെങ്കിൽ ഉദ്ധമരോട് പറഞ്ഞത് കർമ്മത്തിൽ നിന്നും നിവർത്തി മാർഗത്തിലേക്ക് പോകാനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഈ കർമ്മത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലമൊഴുക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് കർമ്മത്തിൽ പെടാതെ നീ നിവർത്തി മാർഗത്തിലേക്ക് പോകണം അല്ലേ? നമ്മൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ജോലി ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു, പക്ഷെ ആ ജോലിയുടെ സമ്പാദ്യം മുഴുക്കെ നിനക്ക് ചേർന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ 1 രൂപ പോലും ദാനധർമ്മങ്ങൾക്ക് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചെയ്യുന്നുണ്ടാവാം, പക്ഷെ അവർ എങ്ങനെ ചെയ്യണമെന്നറിയില്ല, എങ്ങനെ അതിനെ നിലനിർത്തണം എന്നറിയുന്നില്ല. കിട്ടുന്നതനുസരിച്ച് ചെലവാക്കി കൊണ്ടുപോകുന്ന ഒരു സമൂഹമാണ് നമുക്ക് അറിയുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡിലേക്കും ഫാസ്റ്റ് ലൈഫിലേക്കും പോകുന്ന ഒട്ടനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ കൂടെ ഫാസ്റ്റ് ചാർജിങ് ആണ് അല്ലേ? പണ്ടൊക്കെ 8 മണിക്കൂർ ചാർജ് ചെയ്യേണ്ട മൊബൈല് ഇന്ന് 1 മണിക്കൂർ കൊണ്ട് 100% ചാർജബിൾ ആയി മാറി
അല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മുടെ ടെൻഡൻസി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ 120 വയസ്സ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ 60 വയസ്സ് തികയ്ക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. റിട്ടയേർഡ് ലൈഫ് എങ്ങനെ ആസ്വദിക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് റിട്ടയേർഡ് ലൈഫ് ആവുമ്പോഴേക്കും എന്താവും? നമ്മുടെ മാനസിക ആരോഗ്യം തകർന്ന് ശാരീരിക ആരോഗ്യം ക്ഷീണിച്ച് നമ്മൾ ICUയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇതിന് നമ്മുടെ ഗ്രന്ഥങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ മാനസികമായി പൊരുത്തപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടത് അവരുടെ കുട്ടിക്കാലം ശ്രേഷ്ഠമാക്കിയെടുക്കണ്ട. ആ കുട്ടിക്കാലം മുതലേ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ ചെറിയ ചെറിയ കഥകളിലൂടെ അവർക്ക് ഈശ്വരനെ അടുത്തറിയാൻ, ഈശ്വര വിഗ്രഹങ്ങൾ അവരുടെ മുന്നിലേക്ക് ആരാധനാ മൂർത്തിയായി കൊണ്ടുവരാനൊക്കെ നമുക്ക് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശയ, അല്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ മനുഷ്യത്വമുള്ള ആൾക്കാരായി മാറണം, മനുഷ്യനാവണം, അല്ലേ? നമ്മുടെയൊക്കെ പുരാണ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ അവിടെ പറയുന്നു 99% നമുക്ക് ആദ്യം മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് 99% ആരായിരുന്നു? മൃഗീയമായ സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ മൃഗത്തിന്റെ തോലുള്ള ആൾക്കാരായിരുന്നു. നമ്മളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ചെന്നായുടെ തോലാണ് ഇട്ടിരിക്കുന്നത് തോന്നുന്നു, അല്ലേ? അവരുടെ ഭാഷണങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുന്ന സമയത്തെല്ലാം നമ്മൾ പറയുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലേ? പണ്ട് കുട്ടനും മുട്ടനും തമ്മിലുള്ള ആടുകളുടെ കഥ നമ്മൾ പറയായിരുന്നു. അതിന്റെ നടുവിൽ നിന്ന് ചോര കുടിക്കുന്ന ഒരു ചെന്നായയും നമുക്ക് പറയാറുണ്ട്, അല്ലേ? ഇങ്ങനെ കുശുമ്പും കുന്നാമയും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ശരീരമായിട്ട് ആദ്യ മനുഷ്യനുണ്ടായിരുന്നു. അതിൽ നിന്നും 1% മനുഷ്യന്റെ മൂല്യങ്ങൾ ഉണർന്നു വന്നത്. അവിടെ നിന്നും മാറ്റം വന്ന് ഇന്ന് നമ്മുടെ വേദപുരാണങ്ങളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഭാഗവത ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് കേൾക്കുന്നതിലൂടെ, ശ്രവണം കീർത്തനം വിഷ്ണു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്നതിലൂടെ മനുഷ്യത്വം വളർന്നു വന്നു. അപ്പൊ ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് ഇവയെല്ലാം സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഭാഗവതത്തില് സൃഷ്ടാപുരാണി വിവിധാനി അയമ അജമാ അജയാത്മശക്തിയ. അതായത് സൃഷ്ടികൾ ഒരുപാട് ചെയ്തു. ആ ഒരുപാട് ചെയ്ത സമയത്ത് അവിടെ ഭഗവാന് പോലും ഈ സകല ജീവജാലങ്ങളിൽ നിന്നും തൃപ്തി ഉണ്ടായിരുന്നില്ല. മനുഷ്യന്റെ ജന്മം കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ മനുഷ്യന് ജന്മം കൊടുക്കുന്നത് വരെ തൃപ്തി ഉണ്ടായിരുന്നില്ല. മനുഷ്യ ജന്മം കൊടുത്തതിന് ശേഷമാണ് ഭഗവാന് പോലും തൃപ്തി ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ട് അതിനെ നമുക്ക് ശ്രേഷ്ഠമാക്കി എടുക്കണ്ടേ, അല്ലേ? നാരായണീയം എഴുതിയ ഭട്ടതിരിപ്പാടവന് പോലും, അല്ലേ, എവിടെ നിന്നിട്ടാണ് ഒരു അറിവുണ്ടായത്? അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അച്ഛൻ, അല്ലേ, അവർ നാരായണീയം പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ വേദപാഠശാല നടത്തുന്ന സമയത്ത് അതിനിടയിലൂടെ നടന്നു പോയപ്പോൾ ഒന്ന് പറഞ്ഞു, ഇത്രയും നല്ല ശ്രേഷ്ഠമായ ജന്മം കിട്ടി, അല്ലേ, ബ്രാഹ്മണ ജന്മം കിട്ടി. എന്നിട്ടും നമ്മൾ എന്തായി? തിന്നും കുടിച്ചും രമിച്ചും കൊണ്ട് നമ്മൾ ജീവിതം ആസ്വദിക്കുകയാണെന്ന് പറയണു. പക്ഷേ ഇതെല്ലാം ഒരു കാലത്ത് ഇല്ലാതാവുമ്പോൾ, ശരീരത്തിന് അസുഖം വരുമ്പോൾ അവിടെ നമ്മൾ ഈശ്വരനല്ലാതെ വേറൊരാള് അഭയത്തിനായിട്ടില്ല, അല്ലേ? അതുകൊണ്ട് ഭഗവാന്റെ കൈകളെല്ലാം എപ്പോഴും അഭയഹസ്തത്തിൽ, ദേവിയൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അഭയഹസ്തമായിട്ടിരിക്കുന്ന ദേവിയെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇരു കൈകളെയും സ്വീകരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ നടത്തുവാൻ. രണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ധർമ്മത്തിലേക്ക് നമ്മളെ ഊന്നിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം. കാരണം ഭഗവാൻ പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ കർമ്മയോഗത്തിൽ കൃത്യമായിട്ട് പറയുന്നു, നീ പാപം കൂടുതൽ ചെയ്യുന്നു എന്ന് വിചാരിച്ചു കൊണ്ടാണ് അർജുന ഇരിക്കുന്നത്. ആ പാപമാണ് ഇവരെല്ലാം കൊന്നൊടുക്കിയാൽ എനിക്ക് കിട്ടുക. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനവും കിട്ടില്ല എന്ന് നീ ചിന്തിച്ചപ്പോഴാണ് എവിടെ നിന്നാണ് പാപം ജനിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. പാപം എവിടുന്നാ ജനിക്കുന്നത്?
നമ്മുടെ മനസ്സിലുള്ള താരതമ്യ പഠനത്തിലാണ് പാപവും പുണ്യവും ഉള്ളത്. ഉം. ഒരു ഇറുമ്പിനെ കൊന്നാൽ നമുക്ക് പാപമായി. പക്ഷേ ആ ഇറുമ്പ് മരിക്കേണ്ടത് നമ്മുടെ കൈകൊണ്ടോ കാലുകൊണ്ടോ ആണെങ്കിൽ അത് സാധിച്ചേ മതിയാവൂ അല്ലേ? അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് അവിടെ പാപവും പുണ്യവും നമുക്ക് തിരിച്ചറിയുന്നത് നമ്മുടെ മനസ്സുകൾക്കാണ് അല്ലേ? പണ്ടുള്ള മുത്തശ്ശിമാരെന്താ പറയാന്നറിയോ? വെള്ളത്തിൽ എറുമ്പ് പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് കുടിച്ചോളാൻ പറയും. കാരണം കണ്ണ് നല്ലതാണ് എറുമ്പ് അല്ലേ? കാരണം പണ്ട് വെളിച്ചം ഇതേപോലെയൊന്നും ഉണ്ടായിരുന്നില്ല വീടുകളിൽ. അപ്പൊ സൂക്ഷ്മമായിട്ട് അവിടെ എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കില്ല. മധുരപലഹാരങ്ങളിലൊക്കെ ഒട്ടനവധി എറുമ്പുകൾ ഉണ്ടാവും. പക്ഷേ കുട്ടികളോട് പറയും കണ്ണടച്ച് കഴിച്ചോളൂന്ന്. അല്ലേ? അപ്പൊ താരതമ്യം നമ്മുടെ മനസ്സിന്റെ താരതമ്യമാണ്. ഞാൻ പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വന്നത്. നേരെ മറിച്ച് ഞാൻ ആ ഭക്ഷണ പദാർത്ഥം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ജീവനുള്ള ഇറുമ്പും എൻ്റെ അകത്തേക്ക് പോയി എന്ന് വിചാരിച്ചാൽ അവിടെ ഞാൻ ചെയ്ത കർമ്മം പാപമായി ഇല്ലേ? ഇന്ന് നോക്കിക്കോളൂ, അഗ്നിയാണ് ഏറ്റവും പരിശുദ്ധമായ ഒരു ദേവതാ സങ്കല്പം നമുക്ക് അറിയും. ഇവിടെ ഉദ്ധമഗീതയിൽ നമുക്ക് അഗ്നിയെ പരിശുദ്ധമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ അഗ്നിയിലേക്ക് ഇന്ന് പ്ലാസ്റ്റിക് കവറ് കത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അതിൽ നിന്നും വരുന്ന പുണ്യമോ പാപമോ? അതിൽ നിന്നും വരുന്ന വായു നമ്മളെ മോശമാക്കി, നമ്മുടെ ശരീരത്തെ മോശമാക്കി എടുക്കുന്നു. അത് ശ്വസിക്കുന്നതിലൂടെ നമുക്ക് അന്തർയാമിയായിരിക്കുന്ന ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് ശോഷിച്ചു പോകുന്നു. അപ്പോൾ അവിടെ നമ്മൾ തുലനം ചെയ്യാൻ സാധിക്കണം. അത് അഗ്നിയിലേക്ക് നിക്ഷേപിക്കേണ്ടതല്ല, അതിനെ വേറെ രീതിയിൽ അതിനെ നശിപ്പിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു ചിന്തന കൂടി ഇതിൻ്റെ കൂടെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മമണ്ഡലങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് യുദ്ധത്തിൽ നീ വിജയിക്കേണ്ടതാണ് എന്ന് നമ്മളടുത്ത് പറഞ്ഞപ്പോൾ അവിടെ ഉദ്ധമരോട് പറഞ്ഞത്, നീ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കണം. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് ശീലമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതാർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ലളിതാ സഹസ്രനാമം നമ്മൾ ചൊല്ലാറുണ്ട്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി അല്ലേ? സിംഹാസനേശ്വരി എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മൾ ആരെയും ഹിംസിക്കില്ല എന്നുകൂടി ഒരു അർത്ഥത്തോടു കൂടി വരുന്നുണ്ട് അല്ലേ? എന്നാലോ ആ ചൊല്ലിക്കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ നമ്മൾ എന്താ ചെയ്യുക? ഏതെങ്കിലും ഒരു കാര്യം ആ സമയത്ത് തന്നെ തെറ്റായിട്ട് ചെയ്യുന്നു. അപ്പൊ ഹിംസിക്കാതിരിക്കാനുള്ള മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് നമ്മൾ ആരെയും ഹിംസിക്കാത്തവളായി മാറണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ ഒരു ശീലമാക്കി കൊണ്ടുവരാൻ സാധിക്കണം. അതിലൂടെ അത് അറിവായിട്ട് നമുക്ക് പകർത്താൻ സാധിക്കണം അല്ലെ? പണ്ട് അടുക്കളയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥന ചെയ്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് അല്ലെ? ഒരു പിടി അരിയെടുത്ത് 3 പ്രാവശ്യം കലത്തെ വലം വെച്ച് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി. അല്ലയോ അമ്മേ, അമ്മ തരുന്ന ഭിക്ഷ കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇന്ന് എല്ലാവർക്കും സുഭിക്ഷമായി ഭക്ഷണം കിട്ടുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് കൂടെ നിന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക, അന്നപൂർണേശ്വരി നമുക്ക് തന്ന ഭക്ഷണമാണ്, ഈ ഭിക്ഷയാണ് ഇന്ന് നമ്മൾ ഭക്ഷണമാക്കി കഴിക്കുന്നത്. ആ ഭക്ഷണത്തിന്റെ സ്വഭാവം എങ്ങനെയാണോ അത് നിന്റെ ശീലമാക്കിയെടുക്കണം അല്ലേ? നേരെ മറിച്ച് ഫാസ്റ്റ് ഫുഡിൽ നിന്നും ചൂടായ ഭക്ഷണം കിട്ടും. പക്ഷെ അവിടെ നിൽക്കുന്ന ആളുടെ സ്വഭാവം ഏതാണോ അത് ഭക്ഷണത്തിലൂടെ നമ്മുടെ സ്വഭാവത്തിലേക്ക് വരും. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഫാസ്റ്റ് ഫുഡിൽ നിനക്ക് ടേസ്റ്റായ, നാവിന് രുചിയായ പല കെമിക്കലും ചേർത്തുകൊണ്ട് ഇപ്പോഴൊക്കെ നേരിട്ട് തന്നെയാണ് ഗ്യാസ് ലൈറ്റ് വെച്ചിട്ട് അതിനെ ചൂടാക്കി എടുക്കുന്നത് അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് ആ അഗ്നിയെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ജഠരാഗ്നി എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ആമാശയത്തിലുള്ള ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല.
കഴിക്കാൻ 4 ഇഞ്ച് നാവിനുള്ള രുചിക്കൂട്ട് നിർമ്മിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഭക്ഷണങ്ങളിലൂടേക്ക് നമ്മുടെ കുട്ടികളെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു അല്ലെ? ഇതിൽ നിന്നും മാറ്റമുണ്ടാക്കാൻ ആധ്യാത്മിക പ്രവർത്തനം കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ അങ്ങനെയുള്ള അറിവ് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്ക് നൽകാൻ സാധിക്കണം. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുക? അടുക്കളയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഭക്ഷണം ഉണ്ടാക്കുന്ന കഞ്ഞിയാണച്ചാലും ചമ്മന്തിയാണച്ചാലും കഴിക്കാനുള്ള മാനസികാവസ്ഥ അവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വേണ്ടേ? അമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാൻ ശീലിപ്പിക്കുന്ന മാതൃഹസ്തേന ഭോജനം എന്നുള്ള വിഷയത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ കൂടെ 26 കുട്ടികൾ അവിടെ യജുർവേദം പഠിക്കാൻ വന്നിരിക്കുന്നുണ്ട്. 16 പേര് എൻ്റെ കൂടെ തന്നെ താമസിക്കുന്നു. അപ്പൊ രാവിലത്തെ ഭക്ഷണം ഇന്നതായിരിക്കും, ഉച്ചത്തെ ഭക്ഷണം ഇന്നതായിരിക്കണം, വൈകുന്നേരത്തെ ഭക്ഷണം ഓരോ ദിവസവും ഓരോരുത്തരാണ് ചെയ്യേണ്ടത്. അവിടെ 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയും രാത്രി ഭക്ഷണം ഉണ്ടാക്കും അല്ലേ? നമ്മുടെ വീട്ടില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെച്ചാലും ഉണ്ടാക്കില്ല. ചായ ഉണ്ടാക്കാൻ അറിയോ എന്ന് വിരുന്നുകാരെങ്കിലും വന്ന് ചോദിച്ചാൽ അയ്യോ അവൾക്കൊന്നും ശീലിച്ചിട്ടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ശീലിച്ചത് എന്ന് കൂടി മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മളൊക്കെ ശീലിച്ചത്? നമ്മുടെ അമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നീ ആ പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി അവിടെ അടുപ്പിൽ വെക്കൂ എന്ന്. എന്നിട്ട് വെള്ളം തിളച്ചു എന്ന് ആ കുട്ടി പോയി ചെന്നപ്പോ 2 സ്പൂൺ ചായപ്പൊടി ഇടാൻ പറഞ്ഞു അല്ലേ? 1 സ്പൂൺ പഞ്ചസാര ഇടാൻ പറഞ്ഞു അല്ലേ? അങ്ങനെ ചായ ഉണ്ടാക്കാൻ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വെള്ളം ചൂടാക്കാൻ, ചായ ഉണ്ടാക്കാൻ, ഒരു നല്ല സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലേ? അതിനും നമുക്ക് അവർ യൂട്യൂബ് നോക്കി എന്തൊക്കെ കൂട്ടാണ് വേണ്ടത് എന്ന് ആദ്യമേ എടുത്തു വെച്ചിട്ടാണ് ചെയ്യുക അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കടുക് വറുത്തിടുന്ന സമയത്താണ് നമ്മുടെ അമ്മ പറയുക, അയ്യോ കടുക് കഴിഞ്ഞു പോയി, അടുത്ത വീട്ടിൽ ചെന്ന് ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിൽ തരും അല്ലേ? അടുത്ത വീട്ടിൽ ചെന്ന് കടുക് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ആരെങ്കിലും നമ്മുടെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം ഇന്ന് നമുക്ക് ഒട്ടനവധി ഷോപ്പുകളുണ്ട്. അവിടെ നമ്മൾ ഒരു വണ്ടി തള്ളിയിട്ട് പോയാൽ ഏത് സാധനവും വാങ്ങി ഇടുകയാണ് അല്ലേ? പണ്ട് 50 ഗ്രാം കടുകാണ് വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ? ഇന്നോ? ഇന്ന് 1/2 കിലോ കടുകൊക്കെയാണ് നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ 1/4 കിലോ കടുകൊക്കെയാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത് അല്ലേ? പക്ഷെ അതേ അമ്മ നമ്മളെ പഠിപ്പിച്ചു എങ്ങനെയാ? തിരിച്ച് നമ്മുടെ വീട്ടിൽ ആ മാസം കടുക് വന്നപ്പോൾ അതേ ഗ്ലാസ്സിലാക്കി നമ്മളോട് തന്നെ പറഞ്ഞു അടുത്ത വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ അല്ലേ? അവ തൊട്ടടുത്ത വീട്ടുകാരുമായിട്ടുള്ള ബന്ധം, സൗഹൃദം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിലുണ്ടായിരുന്നു. ഇന്നോ? അയൽവാസി ദരിദ്രവാസിയായി പോയി. അവരുടെ വീടിന്റെയും കാറിന്റെയും അതുപോലെ സമ്പാദ്യത്തിന്റെയും അവരുടെ സ്റ്റാറ്റസിന്റെയും ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത് തന്നെ അല്ലേ? ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് ഉദ്ധമരിലൂടെ പഠിക്കാൻ സാധിക്കണം. കാരണം ഭഗവാൻ കൃഷ്ണനുമായിട്ട് ഇത്രയും അധികം സ്നേഹബന്ധം അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടാക്കിയെടുത്ത ഉദ്ധമൻ ആ കർമ്മത്തിൽ നിന്നും വിമുക്തിയെ എന്ന് പറയുന്ന, അതായത് വിമുക്തി പ്രാപിക്കാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് വന്നിരിക്കുന്നു അല്ലേ? ഇവിടെയും അർജുനൻ, ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, അർജുനൻ പോയി ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് മധുര വിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞു എന്ന്. അപ്പൊ യുധിഷ്ഠിരനടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഭഗവാനെ കണ്ടു നീയെ എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ അവിടെ വിഷമത്തോടുകൂടി, വീണ്ടും വിഷമത്തോടു കൂടി ഇരിക്കുന്ന ഒരവസ്ഥയുണ്ട്. വഞ്ചിതോഹം മഹാബാഹുൻ, നമ്മളൊക്കെ വഞ്ചിക്കപ്പെട്ടു, ഭഗവാൻ നമ്മളെയൊക്കെ വിട്ടുപോയി എന്ന് പറയുന്ന അർജുനന്റെ ഉത്സാഹക്കുറവ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ 2-3 സ്ഥലത്ത് അർജുനന്റെ ഉത്സാഹക്കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ സുഹൃത്തായിരുന്ന, അല്ലെങ്കിൽ തൻ്റെ ഗുരുവായിരുന്ന, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഗുരുവായിരുന്ന, എൻ്റെ സാരഥിയായിരുന്ന കൃഷ്ണൻ എന്തായിരുന്നു? എനിക്ക് ഉപദേശിച്ച കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ട് ഇല്ലാതായി പോകുന്നതല്ല എന്ന് മനസ്സിലാക്കിയില്ല. ഭഗവാനെ കാണാതായപ്പോൾ തന്നെ എന്ത് വിചാരിച്ചു?
ഞങ്ങളെയൊക്കെ വഞ്ചിച്ച് ഭഗവാൻ പോയി എന്ന് അവിടെ ഒരു ശ്ലോകം പറയുന്നു, അല്ലേ? നേരെ മറിച്ച് കൃത്യമായി ഉദ്ധവനോട് പറഞ്ഞു കൊടുത്ത്, നീ ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടണം. ആ കർമ്മത്തിൽ എങ്ങനെയാണോ ആകാശവും ഭൂമിയും അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കുന്നത്, ഒരു ഭാഗം പോലും തൊടാതെ നിൽക്കുന്ന പോലെ നീ കർമ്മത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കണം, അല്ലേ? വേണ്ടേ? നമ്മുടെ മക്കളൊക്കെ ആദ്യത്തെ മാസം ശമ്പളം കിട്ടിയ അമ്മയുടെ കൈകളിൽ കൊണ്ടുവന്ന് തരും, അല്ലേ? പിന്നെയോ ശമ്പളം കിട്ടിയത് തന്നെ നമുക്ക് അറിയണ്ടാവില്ല, അല്ലെ? പിന്നെ പകുതിയായി, പിന്നെ കാൽഭാഗമായി, പിന്നെ എന്തെങ്കിലും ചെലവിന് വന്നാൽ പൈസ തരലായി, അല്ലേ? അപ്പൊ അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മൾ അവസാനം വിചാരിക്കും, ഇനി അവൻ തന്നില്ലെങ്കിൽ വിചാരമില്ല, എനിക്ക് എന്റെ കാര്യം നടത്തി കൊണ്ടുപോകാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലുണ്ട്, അല്ലേ? അപ്പൊ ആദ്യം അറ്റാച്ച്ഡ് ആയിരുന്നു, മാസമായാൽ ഇന്ന ദിവസം ശമ്പളം കിട്ടും എന്നുള്ളത്. പിന്നെയോ അത് മാറി 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 അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണോ ആകാശവും ഭൂമിയും ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? കടലിന്റെ ഓരത്തൊക്കെ പോയി നിന്നാൽ ആകാശം അവിടെ ഭൂമിയിൽ വന്ന് ലയിച്ചു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ എവിടെയും തൊടാതെ നിൽക്കുന്ന ആകാശത്തെ ഗുരുവായിട്ട് സങ്കല്പിക്കാൻ നമുക്ക് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന, നമ്മളെ പരിപോഷിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് നിങ്ങൾ അന്ന് ചെയ്ത കാര്യം കൊണ്ടാണ് ഞാൻ ഇന്ന് നന്നായി പോകുന്നത് എന്നൊക്കെ പറയുമെങ്കിലും അവസാന നിമിഷം പറയും, 1000 രൂപ കടമുണ്ടെങ്കിൽ തന്നു കഴിഞ്ഞാൽ, അല്ലേ? നമ്മളപ്പോ ശ്രവണം കൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി? നമ്മളെ പുകഴ്ത്തി അടിച്ചപ്പോ നമ്മൾ ആ പുകഴ്ത്തലിലൂടെ നമ്മൾ എന്തായി പോയി? വളരെ സന്തോഷത്തോടുകൂടി മനസ്സ് നിൽക്കുന്ന സമയത്താണ് അവസാനം ചോദിക്കുക, 1000 രൂപ വേണം, നാളെ തന്നെ ഞാൻ കുട്ടികളുടെ ഫീസ് അടയ്ക്കാണ്ട് അല്ലെങ്കിൽ മരുന്ന് വാങ്ങാണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ അവരുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ടാണ് അവര് നമ്മൾ ചോദിക്കുക, അല്ലേ? നമ്മുടെ എൽ ഗിരീഷ് കുമാർ സാറുണ്ട്, തന്ത്രവിദ്യാപീഠത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹം ഒരു കഥ പറയാറുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്നും പിരിവിനായിട്ട് വരാറുണ്ട്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പിരിവിന് വരുന്ന സമയത്ത് എന്താ പറയാ? ഓ, ഈ മാസം ഒരുപാട് ചെലവ് എനിക്കുണ്ട് എന്നാ. അപ്പൊ 1000 രൂപ നമുക്ക് ഡൊണേഷനായിട്ട് എഴുതാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? ഈ മാസമാണ് കുട്ടിക്ക് പരീക്ഷ അടുത്തിരിക്കുന്ന സമയമാണ്, അത് മാത്രല്ല അവന്റെ യൂണിഫോം കീറിയത് കൊണ്ട് പുതിയ യൂണിഫോം തന്നെ തെച്ച് ഈ 2 മാസത്തേക്ക് വേണ്ടി യൂണിഫോം തെക്കേണ്ട ആവശ്യകതയിലാണ്. അത് മാത്രല്ല എൻ്റെ അമ്മമ്മ കിടപ്പിലായിട്ട് കുറച്ചായി, മരുന്ന് വാങ്ങി കൊടുക്കണം, അല്ലേ? ഇതിനൊക്കെ ചെലവുണ്ട് എന്ന് പറയും. അപ്പോ കമ്മിറ്റിക്കാർ പറയും 500 രൂപ എഴുതാ എന്ന് പറയും, അല്ലേ? 500 രൂപ എഴുതുമ്പോൾ എന്താ പറയാ? അപ്പോഴും നമ്മൾ ഒരുപാട് കാരണം, എൻ്റെ മുട്ടുവേദന തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി, ഒരു ഡോക്ടറെ കാണാൻ സാധിച്ചിട്ടില്ല, ഇനി ഡോക്ടറെ അടുത്ത് പോയാലോ, അതിന് എന്തൊക്കെ ചെലവ് വരുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അവസാനം പറയും 250 രൂപ എഴുതട്ടെ എന്ന് ചോദിക്കുമ്പോഴാണ് പറയാ, 250 വേണ്ട, 101 രൂപ മതിയെന്ന്, അല്ലേ? അപ്പൊ നമുക്ക് കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കുറച്ച് 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 കൊണ്ടുവന്ന് കൊടുക്കാത്ത വ്യക്തികളായി മാറുന്നു, അല്ലേ? ഇന്ന് നമ്മൾ നോക്കിക്കോളൂ, കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് എത്ര കിണറുകളുണ്ട്, എത്ര കുളങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ കുളങ്ങളൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ വെച്ചാ നമ്മുടെ വീട്ടിൽ പൈപ്പ് തുറന്ന വെള്ളം വരുന്നുണ്ട്, അല്ലേ? മോട്ടർ ഇട്ടാൽ ടാങ്ക് നിറയാനുള്ള വെള്ളം സംഭരണിയിലുണ്ട്. ഇങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ ജലത്തിനെ ആവശ്യമാവുന്ന രീതിയിൽ ഉപയോഗിക്കുകയും കളയുകയും ചെയ്തു, അല്ലേ? നേരെ മറിച്ച് കുളത്തിൽ പോയി കുളിക്കുന്ന ഒരാള് ഒരു തുള്ളി വെള്ളം പോലും അവിടെ നിന്നും പുറത്തേക്ക് കളയാൻ പറ്റില്ല, അല്ലേ? ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ ആരോഗ്യ സംരക്ഷണം നമുക്ക് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒന്നിനെയും കളയാതെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. ഇന്ന് കൊടുക്കാൻ ബുദ്ധിമുട്ട്, കളയാൻ ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നു. ഒന്ന് നമ്മൾ സ്കൂളുകളിലേക്ക് ചെന്ന് നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ PTA മീറ്റിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുട്ടികളുടെ അടുത്ത് ചെല്ലണം. കുട്ടികൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് പോയിരുന്ന് അവർ കഴിക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കിയെടുക്കണം.
അത് കഴിഞ്ഞാൽ അവർ തിരിച്ച് ചോറ്റുപാത്രത്തിലാക്കി ആ ഭക്ഷണ പദാർത്ഥം എവിടെയാണ് കൊണ്ടേ നിക്ഷേപിക്കുന്നത് എന്നും കൂടി നോക്കിയിട്ട് വരണം. ഏറ്റവും കൂടുതൽ വേസ്റ്റ് ബോക്സിൽ ഭക്ഷണം കളയുന്ന കുട്ടികൾ നമ്മുടെ നമ്മുടെ സ്കൂളുകളിലുണ്ട്. പാലക്കാട് 5300 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അവിടുത്തെ ടീച്ചറും പ്രിൻസിപ്പളും നമ്മളോട് പറയുന്നത് ഭക്ഷണം കളയരുത് എന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അല്ലേ? കാരണം നമ്മൾ അന്നപൂർണേശ്വരിയെ ധ്യാനിച്ചവിടെ പൂജ കഴിച്ചിട്ട് നിവേദ്യമാണ് പ്രസാദമായിട്ട് നിനക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഒരു വറ്റ് കളഞ്ഞാൽ 9 ദിവസം പട്ടിണി കിടക്കുമെന്ന് ആര് പറഞ്ഞു? നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു അല്ലേ? ഉണ്ടല്ലോ. ഒരു വറ്റ് കളഞ്ഞാൽ 9 ദിവസം നമ്മൾ പട്ടിണി കിടക്കും. അങ്ങനെ നമ്മൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. വേസ്റ്റ് ബോക്സിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് കല്യാണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് ഭക്ഷണം വേസ്റ്റേജ് വന്നാൽ നേരെ വല്ലവടിയും കൊണ്ടേ കളയുകയാണ് പതിവ്. ഭക്ഷണം കിട്ടാതെ നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഉദ്ധമർ പോയിട്ട് അച്ഛനോടും അമ്മയോടും രാത്രി മുഴുക്ക സംസാരിച്ചു. ഭഗവാൻ കൃഷ്ണന്റെ യശോദാമാതാവിനും നന്ദഗോപരടുത്തും ഒരുപാട് നേരം കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്ന സമയത്താണ് രാവിലെ ആയപ്പോൾ അവിടുത്തെ സ്ത്രീകൾ, ചുറ്റുമുള്ള സ്ത്രീകൾ എല്ലാവരും ഭഗവാൻ തന്നെ വന്നു എന്ന് വിചാരിച്ച് ആ രഥത്തിന് ചുറ്റും കൂടുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഉദ്ധമർ അതേ വേഷവിധാനത്തോടു കൂടിയാണ് ഉദ്ധമരും വന്നിരിക്കുന്നത് അല്ലെ? പെട്ടെന്ന് കണ്ടാൽ തന്നെ ഭഗവാൻ തന്നെ ആണ് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ്. അപ്പൊ ആ ദിനചര്യകൾ പോലും ഭഗവാൻ ഊരിവെച്ച വസ്ത്രങ്ങൾ എടുത്ത് ധരിക്കുന്ന ഉദ്ധവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭഗവാന്റെ തത്വത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഭഗവാൻ നമ്മളെ വിട്ടുപോകുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് മനസ്സ് വേവലാതിപ്പെട്ടില്ല. കാരണം കൃത്യമായ ഉപദേശം കൊടുത്തുകൊണ്ട്, കൃത്യമായ 24 ഗുരുക്കന്മാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ആ ഗീതയെ നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും. ആ ഗീതയിൽ മലമ്പാമ്പ് മുതലുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രദാനം ചെയ്യുന്നു അല്ലേ? അപ്പൊ നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, ശ്വാസനാളങ്ങൾ കൊണ്ട് നമുക്ക് രുചിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ രുചിക്കാവൂ, എടുക്കേണ്ടത് മാത്രമേ എടുക്കാവൂ എന്ന് കൃത്യമായി ഉദ്ധവരെ ധരിപ്പിച്ച ഭഗവാൻ കൃഷ്ണനെ നമ്മൾ ഈ കാലഘട്ടത്തിൽ സ്മരിക്കാതിരിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് കർമ്മത്തിൽ നിന്നും നമ്മൾ നിവൃത്തി മാർഗത്തിലേക്ക് പോകേണ്ടതാണ് അല്ലെ? എൻ്റേതാണ് എന്നുള്ള ഭാവം മാറ്റിവെച്ചുകൊണ്ട് ഇതെല്ലാം നമ്മുടേതാണ് എന്നുള്ള സ്വഭാവത്തിലേക്ക് വരണം. ആ സ്വഭാവത്തിലേക്ക് വരലാണ് ഉദ്ധമഗീതയിലേക്ക് നമുക്ക് വരേണ്ടത്. അപ്പോൾ അഗ്നി അണച്ചാലും ഈയാമ്പാറ്റയെ നമുക്ക് അവിടെ പ്രദാനം ചെയ്തു അല്ലെ? ആ വിളക്ക് കൊളുത്തി വെച്ച സമയത്തായിരിക്കും അത്രയും നേരമില്ലാത്ത പ്രാണികൾ ആ വിളക്കിന്റെ ആ നാളത്തിലേക്ക് ഓടി വന്ന് അതിൻ്റെ ചിറക് കരിഞ്ഞു പോകുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ആവശ്യമുള്ളത് കാണാൻ പഠിക്കണം അല്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് നമുക്ക് പുറത്ത് പറയാൻ പോലും സാധിക്കുന്നില്ല. അത്തരത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് അന്ന് ആൺകുട്ടികളുമായി സൗഹൃദം ഉണ്ടായിരുന്ന എത്ര പേരുണ്ടാവും? സംശയമാണല്ലേ? എങ്ങാനും ആൺകുട്ടികളെ സ്കൂളിന്റെ പുറത്ത് നിന്ന് സംസാരിച്ചു എന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ചെന്ന് പറഞ്ഞാൽ അല്ലേ, വീട്ടിൽ അച്ഛനും അമ്മയും എന്തായിരിക്കും പറയാ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷേ ഇന്ന് സ്കൂളിന്റെ പരിസരത്ത് നിന്ന് നമ്മൾ നോക്കുക, എത്ര പെൺകുട്ടികളാണ് ഒരുമിച്ച് പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക അല്ലേ? സംശയമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്നിട്ടാണ് പോകുന്നത് അല്ലേ? ചിലപ്പോൾ 3 or 4 ആൺകുട്ടികളുടെ കൂടെ ഒരു പെൺകുട്ടിയാണ്. ഞാൻ സൗഹൃദം വേണ്ട എന്നല്ല അത് പറയുന്നു. പക്ഷേ അത് കുറെ കഴിയുന്ന സമയത്ത് അത് അവരുടെ സൗഹൃദത്തെ ഇല്ലാതാക്കി കളയുന്നു. അല്ലെങ്കിൽ തെറ്റായ വീക്ഷണം ആരുടെയോ മനസ്സിൽ ഏതോ പ്രായത്തിൽ വന്നപ്പോൾ ആ പ്രായം അവരെ
നശിപ്പിച്ച് കളയുന്നു. അനുഭവം കൊണ്ട് പറയാണ്. പാലക്കാട് ഒട്ടനവധി സ്കൂളുകളിലെ ടീച്ചർമാരുമായിട്ടും ഒരുപാട് കാര്യങ്ങളായിട്ട് കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകൊണ്ട് പറയാം. 14 വയസ്സേ ആയിട്ടുള്ള കുട്ടിക്ക് ഒരു 28 വയസ്സുകാരനായ ഒരു പയ്യനുമായിട്ടാണ് സൗഹൃദം. അവരുമായിട്ട് സൗഹൃദം ഭാവിക്കുന്നത് മാത്രമല്ല, അവരുമായിട്ട് ഫോട്ടോ മൊബൈലിലെടുത്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് വെക്കുന്ന ഒരു രീതി ഇന്ന് കാലത്ത് കാണുന്നു. അത് മോശമായ രീതിയിലേക്ക് അവർ പോകുന്നു. പല രീതിയിലേക്കും അവർ ട്യൂഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പോകുന്ന കുട്ടികളുടെ അവസ്ഥ കുറെ കാലം കഴിയുമ്പോൾ ഈ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ശരീരമോഹം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാ പുരുഷന്മാരെയും വെറുക്കുന്ന അവസ്ഥയിലേക്ക്, സ്വന്തം അച്ഛനെ വരെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്ന കുട്ടികളെ നമുക്ക് കാണുന്നു. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹണം എങ്ങനെ വേണമെന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. എങ്ങനെ ആയിരിക്കണം ഒരു കുട്ടി അവരുടെ ശരീരം എങ്ങനെയാണ് മറ്റുള്ളവരെ തൊടാൻ സമ്മതിക്കുക. പണ്ടൊക്കെ നമുക്കറിയാം അല്ലേ, നമ്മുടെ വീട്ടില് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ പോലും തൊടാൻ സഹോദരനാണെങ്കിൽ പോലും സമ്മതിക്കുമായിരുന്നില്ല. പക്ഷേ ഇന്ന് നമുക്ക് അതിനൊരു മാറ്റം വരുത്തേണ്ട ആവശ്യകതയുണ്ട്. കലാലയ വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ കലാലയ വിദ്യാഭ്യാസത്തിൽ കലയുടെ സാന്നിധ്യം പോലെ തന്നെ എങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ഈ ഉദ്ധമഗീതയിലൂടെയും അർജുനിലൂടെയും നമുക്ക് കാണാൻ സാധിക്കണം. ഒരു കുട്ടിയെ കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്ന പോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ആ സുഹൃത്ത് ബന്ധത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. കാരണം 22 കുട്ടികളുടെ മതം മാറിപ്പോയ കുട്ടികളെ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് അവരുടെ വീടുകളിൽ ഏൽപ്പിച്ചൊരു വ്യക്തിയായതുകൊണ്ട് പറയാം, 22 കുട്ടികളുടെ ജീവിതം വളരെയധികം മോശമായിരുന്നു. ശാരീരികപരമായിട്ട് അവരെ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയെയും വളരെയധികം സ്നേഹത്തോടുകൂടി കാണുന്ന സമയത്താണ് ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സ്വന്തം അച്ഛനും അമ്മയും കല്യാണത്തിന് എതിർത്തപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷെ തിരിച്ച് ആ വീട്ടിലേക്ക് വരാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് വിട്ടപ്പോൾ അവരുടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇതൊന്നും തെറ്റായിട്ടല്ല പറയുന്നത്. പക്ഷേ ആ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ അച്ഛനമ്മമാരാണ്. പക്ഷേ ഇവിടെ അച്ഛനമ്മമാരെന്താ പറയാന്നറിയോ? നമ്മളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്ന സമയം കഴിഞ്ഞു എന്നാ. ശരിയല്ലേ? നിങ്ങളൊക്കെ പറഞ്ഞ ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറഞ്ഞാൽ കേക്കോ? ഇല്ല. അപ്പൊ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും പറയാറുണ്ട്, പണ്ട് നമ്മുടെ വീട്ടിൽ നമശിവായ, നാരായണായ നമ, അച്യുതായ നമ, അനന്തായ നമ എന്ന് സന്ധ്യാനാമം ജപിച്ചിട്ടില്ലെങ്കിൽ രാത്രി പട്ടിണി കിടക്കേണ്ടി വരും അല്ലേ? ഇന്ന് നമ്മുടെ കുട്ടികളെ പട്ടിണി കിടത്താറുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെ പട്ടിണി കിടത്തും? ഞാൻ പോറ്റി വളർത്തി കൊണ്ടുവരുന്ന കുട്ടിയെ പട്ടിണി കിടത്താറില്ല. ശരിയല്ലേ? അതേപോലെ ടീച്ചർമാരുടെ അടുത്ത് പോയി ചെന്ന് ചോദിക്കുക, ഏതെങ്കിലും കുട്ടിയെ തല്ലാറുണ്ടോ? അല്ലേ? ചെവിക്ക് പിടിക്കാറുണ്ടോ? നുള്ളാറുണ്ടോ? ചെയ്യാറുണ്ടോ? ടീച്ചർമാര് ചെയ്യാറില്ല അല്ലേ? എന്താ കാരണം എന്നറിയോ? എങ്ങാനും ആ ടീച്ചർ തല്ലുകയാണെങ്കിൽ ആ PTA മീറ്റിങ്ങിനകത്ത് ആ ടീച്ചറെ വളരെയധികം വ്യക്തിപരമായിട്ട് മോശമായ കാര്യങ്ങൾ പറയാറുണ്ട്. പ്രിൻസിപ്പൽ ആയിക്കോട്ടെ മിണ്ടാതിരിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. നേരെ മറിച്ച് നമ്മളൊക്കെ മുട്ടുകുത്തി ഒന്നുണ്ടല്ലേ? ഉണ്ടല്ലോ അല്ലേ? ഏതെങ്കിലും സ്കൂളിൽ മുട്ടുകുത്തി നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പാലക്കാട് ഒറ്റപ്പാലത്തുകാരനായ VP മേനോൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ഒന്ന് തല്ലി, കൈ കാണിക്കാൻ പറഞ്ഞു. ടീച്ചർ തല്ലിയ ആ നിമിഷം തന്നെ അദ്ദേഹം ക്ലാസ് വിട്ടിറങ്ങിപ്പോയി. പണ്ട് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് 8ാം ക്ലാസ് മുതൽ നമ്മൾ എല്ലാവരും പഠിക്കാറുണ്ട് അല്ലേ? അത് പഠിച്ചത് കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. ഡൽഹിയിൽ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് അറിയുന്നതുകൊണ്ട് അവിടെ സർക്കാരിന്റെ ജോലി കിട്ടി.
അവിടെ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യുന്ന സമയത്താണ് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ, അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു, കേരളത്തേക്കാണ് യാത്ര, മലയാളം അറിയുന്ന ഒരാളെയും കൂടി കൊണ്ടുപോകണം. അങ്ങനെയാണ് ഇന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതും 14 ജില്ലകളായി തരംതിരിക്കുന്നത്. കൊച്ചി രാജാവിനെയും തിരുവിതാംകൂർ രാജാവിനെയും കണ്ടുകൊണ്ട് VP മേനോൻ സാറ് സർദാർ വല്ലഭായ് പട്ടേലും കൂടി ചേർന്നിട്ടാണ് 14 ജില്ലകളാക്കി മാറ്റിയത്. മനസ്സിലായോ? അപ്പൊ തല്ലുകൊണ്ട ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം അല്ലേ? അതേപോലെ തന്നെ പാലക്കാടിനെ, എന്നെ ഇവിടെ 5 മിനിറ്റും കൂടി സമയമുള്ളൂ. അവിടെ പാലക്കാടിനെ ഏറ്റവും വലിയ പുണ്യം എന്ന് വെച്ചാൽ ഭാരതത്തിന്റെ പേരുള്ള ഭാരതപ്പുഴ പാലക്കാട് ജില്ലയിലുണ്ട്. മഹാത്മാഗാന്ധി പോലും തൻ്റെ ചിതാഭസ്മം ഭാരതപ്പുഴയിലാണ് കൊണ്ടുപോയി ഒഴുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്രയും പവിത്രമായ ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലാണ്. ദിവസേന ആ ഭാരതപ്പുഴയുടെ തീരത്ത് ഗംഗ ആരതി നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ക്ഷേത്രം, അഞ്ചുമൂർത്തി ക്ഷേത്രം. അങ്ങനെ പന്തിരുകുലത്തിന്റെ നാട്, ഇവിടെ പറയണ്ടായി, പന്തിരുകുലത്തിന്റെ നാട് പാലക്കാടാണ്. 12 വരരുചിയുടെ 12 കുലവും ജന്മമെടുത്തത് പാലക്കാടാണ്. ഒന്നും വേണ്ട, നിങ്ങൾ ഭാഗവതം വായിക്കുന്നുണ്ടല്ലോ, 9 വോളിയമായിട്ട് അർത്ഥസഹിതം നിങ്ങൾക്ക് പകർന്നു തന്നത് പാലക്കാട്ടുകാരനാണ്. പ്രൊഫസർ ബാലകൃഷ്ണൻ അല്ല, പണ്ഡിറ്റ് ഗോപാലൻ നായർ. പണ്ഡിറ്റ് ഗോപാലൻ നായർ ജന്മമെടുത്തത് പാലക്കാട്. അപ്പൊ അദ്ദേഹം രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പ് 2 പഴം എടുത്തു വെക്കും. രാവിലെ വന്ന് ആ പഴം പശുവിന് കൊടുത്ത് പശു ഭക്ഷിച്ചാൽ മാത്രമേ അന്നത്തെ ഭക്ഷണം അദ്ദേഹം കഴിക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള സ്വാത്വികമായ ജീവിത രീതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, നമ്മുടെ ആചാര്യന്മാർ ശീലിച്ചിരുന്നു. പക്ഷേ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്തു? സഹയജ്ഞ പ്രജാസിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രശവിശ്വത്വം ഏഷതോ ഇഷ്ടകാമധു. ഇഷ്ടമായ കാമധേനുവിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ കാമം എന്ന് പറയുന്നത് എന്താണ്? ജീവിതത്തിലെ അഭിലാഷമാകണം, ആഗ്രഹമാവണം. അതിന് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നതാണ്, സഹയജ്ഞ പ്രജാസിഷ്ട്വ. ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കണം. നമ്മുടെ കുടുംബത്തെ ശ്രേഷ്ഠമാക്കി കൊണ്ടുവരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വിദ്യാലയങ്ങളെ ശ്രേഷ്ഠമാക്കിയെടുക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ ടീച്ചർമാരെ, അതുപോലെ പ്രിൻസിപ്പൽമാരെ ശ്രേഷ്ഠമാക്കിയെടുക്കണമെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് നമുക്ക് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ശീലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതം പുണ്യമാവും. ഇല്ലെങ്കിലോ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്താ വിചാരിക്കാന്നറിയോ? ഞാൻ ഇത്രയും കാലം ജീവനോടെ ഉണ്ടായിരുന്നു, എന്തെല്ലാമോ പ്രവർത്തികൾ ചെയ്തു, പക്ഷെ എന്തായി? എന്നെ കൊണ്ട് ഒന്നും സാധിച്ചില്ല എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തും.